അങ്കനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഉപ്പുമാവില്ലേ, ഗോതമ്പിൻ്റെ ഉപ്പുമാവ്, അതുണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് 1.5 ഗ്ലാസ് ഗോതമ്പില്ലേ, നുറുക്ക് ഗോതമ്പില്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം തിരുമ്മി കഴുകണം കേട്ടോ. നല്ലോണം ഈ ഒരു വെള്ള കളറിലെ ഇതുണ്ടാവുമേ, അപ്പോൾ നല്ലോണം തിരുമ്മി കളഞ്ഞത് കുക്കറിലോട്ട് ഇടണേണ്. കുക്കറിലിട്ടിട്ട് അതൊരു നിരപ്പേ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടൊരു 2 വിസിലെങ്കിലും കുക്കറിൽ അടിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട്. ആ സമയത്തേക്ക് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു 4 ബീൻസ് അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 1.5 സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില. പച്ചമുളകിൻ്റെ എരിവേ അതിനകത്തുള്ളേ. വെന്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിന് വേണം, ഒട്ടാത്തൊരു പരുവമില്ല, വിട്ട് നിൽക്കുന്ന ഒരു പരുവം, ആ പരുവത്തിന് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 വിസിലടിച്ച് നിരപ്പേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇത് റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. എന്നിട്ട് ആ പച്ചമുളക് ആദ്യം ഇട്ടു. ആ പച്ചമുളകിൻ്റെ എരിവേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ പച്ചമുളക് വാട്ടുമ്പോൾ തീ സിമ്മായിരിക്കണം കേട്ടോ. എന്നിട്ട് ആ സവാളയും കൂടി ഇട്ടിട്ട് വഴറ്റി. ആ പച്ചമുളകിൻ്റെ എരിവ് ആദ്യം ഇറങ്ങാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് സവാളയും കൂടി ഇട്ട് വഴറ്റിയിട്ട് വേപ്പിലയും ഇട്ട് പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വാടിയും കിട്ടും. ആ നുറുക്ക് ഗോതമ്പ് വേവിച്ചപ്പോൾ നമ്മൾ അതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പച്ചക്കറിക്ക് മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു ഇച്ചിരി കപ്പലണ്ടി, ഉണ്ടാക്കി പിളർന്ന കപ്പലണ്ടി, ആ കപ്പലണ്ടിയും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി മൊരിയിച്ചെടുക്കുക. മുരിഞ്ഞ് വരുമ്പോഴേക്കാളും ആ പച്ചക്കറിയും കൂടി ഇട്ട് വാട്ടിയെടുക്കുക. പച്ചക്കറിക്കുള്ള ഉപ്പും കൂടി നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ സെപ്പറേറ്റ് ഉപ്പൊന്നും വേണ്ട. അപ്പോൾ ഒന്നും കൂടി വഴന്ന് വരുന്ന ഒരു പരുവം വാടി വരത്തില്ലേ, ആ വാടി വരുമ്പോൾ ആ വേവിച്ച നുറുക്ക് ഗോതമ്പും കൂടി അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഇച്ചിരി എണ്ണ കൂടുതലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടും. ആ എണ്ണ ഉള്ളപ്പോഴേ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് അങ്കനവാടിയിലെ ഉപ്പുമാവെന്നും പറഞ്ഞ് ഇവിടെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ട്. ഇത് രാവിലെ ചിലപ്പോൾ ഉണ്ടാക്കും, വൈകിട്ടും ഉണ്ടാക്കും, ചിലപ്പോൾ രാത്രിയും ഉണ്ടാക്കും. ഹസ്ബൻഡിനാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്കനവാടിയിൽ ഉപ്പുമാവെന്നും പറഞ്ഞ് ഇതാണ് ഞാൻ കൊടുക്കണത്. ഇത് കഴിക്കുമ്പോൾ ഒരു അങ്കനവാടിയുടെ ആ ഒരു ഫീലാണ്. ഇനി ഇഷ്യൂ വലുതാവുമ്പോൾ 3 വയസ്സാവുമ്പോൾ അങ്കനവാടി കൊണ്ടുപോയി ഇരുത്താൻ പറ്റത്തുള്ളൂ. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ ക്ലാസ് കഴിഞ്ഞ് വന്നത്. അപ്പോൾ അവളും ഇത് കഴിച്ചായിരുന്നു, അവൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഇടയ്ക്ക് ആ കപ്പലണ്ടി കടിക്കാനായിട്ടാണ് ആ കപ്പലണ്ടി ഇടുന്നത്. ഇവിടുത്തെ അങ്കനവാടിയിൽ നിന്ന് ടീച്ചർ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൽ ഇങ്ങനെ കപ്പലണ്ടി ഇടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്ന് ഇട്ട് നോക്കിയത്. ഇങ്ങനത്തെ രീതിയിൽ ഈ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായെങ്കിൽ കമൻറ്റും കൂടി ചെയ്യണേ.